ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പുനഃസംഘടന കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി തിരിച്ചു വരുന്ന UDF തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇടതുമുന്നണിയെ മടുത്തിരിക്കുന്നു. ഇനിയും UDFന്റെ വസന്തകാലമാണ്. ആ വസന്തകാലത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ പുനഃസംഘടനയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും. ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് പോകും. ചില ആളുകൾക്ക് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകണമെന്നുള്ള അജണ്ടയുള്ളവരുണ്ട്. അതാരാണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 3 ദിവസമായി ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് KPCCക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാതെ ആർക്കാണ് താല്പര്യമെന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങിയാൽ മതി. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളുടെ ലക്ഷ്യം UDF തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ പാതയിലായിരിക്കും എല്ലാ നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് പോകും. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഈ പുനഃസംഘടനയ്ക്ക് മുമ്പ് നടത്തിയിരുന്നത് ഗുണകരമായാലും അപ്പോൾ അതിൽ ഒരു കാര്യമില്ലേ? അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കകത്തില്ല. എല്ലാവരും ഒരുമിച്ച്, എല്ലാ പ്രവർത്തകരും ജനങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതല്ല, ഇപ്പൊ അത്ര അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDF തിരിച്ചു വരണമെന്നാണ്. അതിനെന്താ വേണ്ടേ? കോൺഗ്രസിൽ ഐക്യമാണ്. അതിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച്, രാഹുൽ ഗാന്ധി തന്നെ എല്ലാവരുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനത്തോടെ ഞങ്ങളെല്ലാം മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിനകത്ത് ആരും വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം.